ശശി തരൂരിൻ്റെ കാര്യം എന്താവും? മുന്നോട്ട് പോകുമ്പോഴുള്ള തീരുമാനം എന്താണ്? തീരുമാനം എന്തായിരിക്കും എന്നുള്ളത് സത്യത്തിൽ അത് അദ്ദേഹത്തിന് മാത്രമേ പറയാൻ കഴിയൂ. പക്ഷേ എന്തായാലും ബുദ്ധിശൂന്യമായിട്ടുള്ള ഒരു തീരുമാനം അദ്ദേഹം എടുക്കുമോ എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം എടുക്കാനുള്ള സാധ്യതകളൊക്കെ കുറവാണ്. ഇപ്പോൾ കേൾക്കുന്ന ഒരു വാർത്ത നമ്മൾ രാവിലെ മുതൽ കേൾക്കുന്നുണ്ട്. സി പി എമ്മിലേക്കും അദ്ദേഹം ചേക്കേറാൻ പോവുകയാണ്, പാതി ചർച്ചയും വിജയമാണ് എന്നുള്ള രീതിയിലാണ് കേൾക്കുന്നത്. പക്ഷെ അതിനു മുമ്പ് മറ്റൊരു കാര്യം ഞാൻ കേട്ടിരുന്നു, പ്രിയം കേട്ടിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. 2020 പോകാനുള്ള സാധ്യത എന്നൊരു വാർത്ത റിപ്പോർട്ട് ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ഈ രണ്ട് സാധ്യതകൾ ഒരേ സമയം പറയുകയാണ്. ഈ രണ്ട് സാധ്യതകൾ ഒരേ സമയം രണ്ട് കേന്ദ്രങ്ങളിൽ നിന്നാണെങ്കിലും പുറപ്പെട്ടു വരണമെന്നുണ്ടെങ്കിൽ ഇതനുസരിച്ച് ഒരു അജണ്ട ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവില്ലേ? അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയും ഇപ്പോഴത്തെ ഒരു നിലപാടും എന്താണ് പാർട്ടിയുമായി സംഭവിച്ചിരിക്കുന്നത്, ആ ഒരു അസ്വാരസ്യവും പിണക്കവും ഒക്കെ മുതലെടുത്തുകൊണ്ടുള്ള ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ പുറത്തു വന്നതനുസരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പ്രത്യേക ദൂതൻ അദ്ദേഹത്തെ കാണാനായിട്ട് ദുബായിലെത്തി ചർച്ചയൊക്കെ നടത്തുന്നു എന്നാണ് പറയുന്നത്. ഒരു പ്രവാസി വ്യവസായിയാണ്. പ്രവാസി വ്യവസായിയുടെ പേരൊന്നും പറയേണ്ടതില്ല, ആരുമായിക്കൊള്ളട്ടെ, ഒരു പ്രവാസി വ്യവസായി ചർച്ച നടത്തുന്നു. പ്രവാസി വ്യവസായി ചർച്ച നടത്തിയാലും ഇല്ലെങ്കിലും പൊളിറ്റിക്കലി തൻ്റെ കരിയർ ഉയർന്നു നിൽക്കണമോ അതോ നേരെ കൂപ്പുകുത്തി താഴേക്ക് പോകണമോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് തരൂരാണ്. ആ തരൂർ പറയുന്നുണ്ട്, ഞാൻ ഇതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല, ഇതിൽ കാര്യങ്ങൾ ഇങ്ങനെ ഞാൻ അറിയുന്നുണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നുണ്ട്. ഇതിനെല്ലാം പ്രധാനമായും വന്നത്, ഏറ്റവും ഒടുവിൽ വന്നത് മഹാപഞ്ചായത്ത് കോൺഗ്രസിൻ്റെ ആ മഹാപഞ്ചായത്തിൽ തരൂരിനുണ്ടായ അവഗണനയാണ്. ഇതിനിടയിൽ പല തവണയാണ് തരൂർ BJP എന്നുള്ള വാർത്തയുമായിട്ട്, അങ്ങനെ തന്നെ BJP എന്ന് വരെ പറഞ്ഞുകൊണ്ട് റിപ്പോർട്ടുകൾ പോയിരുന്നു. പക്ഷെ അദ്ദേഹം ഇതുവരെയും BJP എത്തിയില്ല. എത്ര നാളായി BJP എന്ന് പറയുന്നു. ചർച്ചകൾ നടന്നിട്ടുണ്ടാകാം, പക്ഷേ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഇല്ലാതെ ഒരാളും ഒരിടത്തേക്കും പോകാനുള്ള സാധ്യത, പ്രത്യേകിച്ച് രാഷ്ട്രീയമായതുകൊണ്ട്, അദ്ദേഹത്തിന് എന്താ പറയുക, ഇനി കുറച്ച് നാളുകൾ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിയിലുള്ളത്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്താകണമോ അതിലേക്കൊന്നും എത്തിപ്പെടാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് അദ്ദേഹം മാറി നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് തന്നെ വരും. അപ്പോൾ അതിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത് ആ ഒരു പൊസിഷനിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അത് CPMൻ്റെ ഭാഗമായതുകൊണ്ട് നടക്കുമോ എന്നുള്ള ഒരു ആശ്ചര്യപ്പെടുത്തുന്ന ചോദ്യമാണ്. ഇവിടെ അദ്ദേഹത്തിനോട് പറയുന്നത് 15 സീറ്റുകൾ തരാം, 15 ഉറപ്പായി ജയിക്കുന്ന സീറ്റുകൾ തരാം, പുതിയൊരു പാർട്ടി രൂപീകരിച്ചുകൊണ്ട് CPMലേക്ക് വരൂ, കോൺഗ്രസ് വിട്ടുവരൂ എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ പ്രിയ, അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് പുതിയൊരു പാർട്ടി രൂപീകരിച്ചുകൊണ്ട് എന്തുകൊണ്ട് BJP പോയിക്കൂടാ? അങ്ങനെയൊക്കെയുള്ള വാർത്തകളൊക്കെ നേരത്തെ ചിലത് വന്നിരുന്നു, ചില സൂചനകളൊക്കെ വന്നിരുന്നു. തരൂർ സ്വന്തമായിട്ടൊരു പാർട്ടി രൂപീകരിച്ച് BJP എത്തും. എന്തിനാ വേറൊരു പാർട്ടി രൂപീകരിക്കുന്നത്? BJP പോയാൽ പോരെ? അതെ, നേരിട്ടായാലും പോയ പോരെ. ഞാൻ ചോദിക്കുന്നത്, അദ്ദേഹം ഇത്ര കഷ്ടപ്പെട്ട് ഒരു പാർട്ടി രൂപീകരിച്ച് അത് നേരെ CPM പോകുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ എഫേർട്ട് എടുത്തുകൊണ്ട് അദ്ദേഹത്തിന് നേരെ BJP പോകാമല്ലോ. ഇപ്പോൾ 2020 തന്നെ BJP NDA ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ്. NDA മുന്നോട്ട് വയ്ക്കുന്നത് അത്തരത്തിൽ വികസനമാണ്. വികസനം തന്നെയാണ് സാബു M ജേക്കബിനെ NDA അടുപ്പിച്ചതും. അല്ലാതെ ഇവിടെ നിന്ന് കെട്ടും കിടപ്പാടവും എടുത്ത് നിങ്ങൾ പോയിക്കൊള്ളൂ എന്ന് പറയുന്ന രീതിയിൽ 24 മണിക്കൂറും അദ്ദേഹം ഇന്ന് പറയുന്നത് കേട്ടത് 80ഓളം ബോംബുകളാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിലേക്ക് വീണിട്ടുള്ളത്. 80ഓളം ബോംബുകൾ വീണു എന്ന് അദ്ദേഹം കൗണ്ട് എടുത്തതാണ്. അപ്പോൾ കൗണ്ട് എടുക്കാത്തത് എത്രയുണ്ടാവും? അപ്പോൾ ഈ പറയുന്ന വികസനം, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഒക്കെ പറയുന്ന CPMൻ്റെ ആളുകളാണ് അവിടെ ചെന്ന് ഈ പ്രവൃത്തി മുഴുവനും ചെയ്യുന്നത്. എത്ര റെയ്ഡുകൾ ആ സ്ഥാപനത്തിൽ നടത്തി. അവസാനം തെലങ്കാനയിലേക്ക് അദ്ദേഹത്തെ ആനയിച്ചു കൊണ്ടുപോകുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ കണ്ടു. നമ്മുടെ സംസ്ഥാനത്തിന് കിട്ടേണ്ടതാണ്, നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ ആളുകൾക്ക് ജോലി കിട്ടേണ്ടതാണ്. ഇതെല്ലാം ഇല്ലാതെയാക്കി കളഞ്ഞ ഒരു ഘട്ടത്തിൽ അദ്ദേഹം പറയുകയും പിന്നീട് തിരുത്തുകയും ചെയ്തു. കേരളത്തിൻ്റെ എവിടെയാണ് ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ കേരളം എടുത്തിട്ടുള്ള നിലപാടുകൾ, ഇപ്പോഴത്തെ മന്ത്രിസഭ എടുത്തിട്ടുള്ള നിലപാടുകൾ എന്തൊക്കെയാണ് എന്ന് അദ്ദേഹം പറയുകയും പിന്നീട് അദ്ദേഹം മനസ്സിലാക്കി തിരുത്തുക കൂടി ചെയ്തിട്ടുള്ള ഒരു നേതാവാണ്. ആ നേതാവ് എങ്ങനെയാണ് പിന്നീട് CPM പോകുന്നത്? എനിക്കതിൽ വളരെ എന്താ പറയുക, അതിൽ ഉറപ്പിച്ച് CPM തന്നെ അദ്ദേഹം പോകും.
എന്ന് പറയാനൊന്നും കഴിയില്ല, നമുക്ക് ആർക്കും കഴിയില്ല. നമ്മൾ എല്ലാ കാര്യങ്ങളിലും ഇന്ത്യ ലൈവിൻ്റെ ഒരു നിലപാട് അതാണ്. നിലപാടുകൾ ആര് പറയേണ്ടതാണോ അത് അവരുടെ വായിൽ നിന്ന് തന്നെ നമ്മൾക്ക് കേൾക്കുക എന്നുള്ളതാണ്. അപ്പോൾ തീരുമാനം എന്തായാലും തരൂരിൻ്റേതാണ്. പക്ഷേ വരാൻ പോകുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പാണ്. തരൂരിന് മുഖ്യമന്ത്രി കസേരയിലേക്ക് നോട്ടമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ എന്തായാലും അദ്ദേഹത്തിനെ തഴയാനുള്ള സാധ്യതകളാണ്. നമുക്കറിയാം, മഹാപഞ്ചായത്ത് പോലുള്ള വലിയ ഒരു പരിപാടി, ഒരു സമ്മേളനം നടക്കുമ്പോൾ തരൂരിന്, ഞാൻ കണ്ടതാണ്, തരൂര് അടുത്ത് നിന്നിട്ട് പോലും രാഹുൽ ഗാന്ധി ആ ഭാഗത്തേക്ക് പോലും നോക്കാതെ അദ്ദേഹത്തെ അപമാനിക്കുന്നത്. ശശി തരൂർ എന്ന് പറയുന്ന ഒരു വലിയ നേതാവ്, അല്ലെങ്കിൽ അദ്ദേഹം എത്ര വലിയ ഒരു പദവിയിൽ ഇരുന്നതാണ്, UN വരെ ഇരുന്നിരുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിനെ എങ്ങനെ ഉപയോഗിക്കണം, ഒരു നേതാവിന് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വ്യക്തിയെ ഏത് തരത്തിൽ ഉപയോഗിക്കണം എന്നുള്ളത് കോൺഗ്രസിന് അറിയില്ല. കോൺഗ്രസ് ഇനി എന്തെങ്കിലും ഭരണത്തിൽ വരുമോ ഉള്ള കാര്യം പോലും സംശയമായിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ രാഹുൽ ഗാന്ധി മനസ്സിലാക്കണ്ടേ, രാഹുൽ ഗാന്ധി വിദേശത്തൊക്കെ പോയിട്ട് ചെയ്യുന്ന പ്രവൃത്തിയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു എന്താ പറയുക, ഇത്തരത്തിലുള്ള ചില ഗിമ്മിക്കുകൾ കാണിക്കാനല്ലാതെ രാഹുൽ ഗാന്ധിക്ക് മറ്റെന്തെങ്കിലും ഒരു കാര്യത്തിന് നേരിടാനും അറിയില്ല. ഇപ്പോൾ അവിടെ വന്നുകൊണ്ട്, ആ മഹാപഞ്ചായത്തിൽ വന്നുകൊണ്ട് തരൂരാണ് സംസാരിച്ചിരുന്നതെങ്കിൽ രാഹുൽ ഗാന്ധി ഒരുപക്ഷെ പേടിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം പേടിച്ചിട്ടുണ്ടാകും. കാരണം അന്ന് താരമാകുന്നത് ശശി തരൂരായിരിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വീഴുന്ന ഒരു ഇംഗ്ലീഷിൻ്റെ വാക്ക് തന്നെ മതി, പിന്നീട് മീഡിയ മുഴുവനും അതായിരിക്കും സംസാരിക്കുന്നത്. മറ്റൊന്ന്, ശശി തരൂർ അവിടെ നിന്ന് പ്രസംഗിച്ചിരുന്നുവെങ്കിൽ കോൺഗ്രസ് ഉയർത്തി കാണിക്കുന്ന മുഖ്യമന്ത്രിയുടെ മുഖം ഒരു പക്ഷേ തരൂരാണ് എന്നുള്ള രീതിയിലേക്കുള്ള വ്യാഖ്യാനങ്ങളും വന്നേനെ. ഒരു പക്ഷേ അതെല്ലാം ഭയപ്പെടുന്നുണ്ടായിരുന്നിരിക്കാം രാഹുൽ ഗാന്ധി. അതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തെ മൈൻഡ് ചെയ്യാതെ അപമാനിക്കുന്ന തരത്തിൽ, വളരെയധികം അപമാനിക്കുന്ന, അദ്ദേഹത്തെ പോലെ ഒരു വ്യക്തിയെ ഒരിക്കലും അത്തരത്തിൽ അപമാനിക്കാൻ പാടില്ല. അത് നമ്മൾ പറയില്ല, ചിലതൊക്കെ വീട്ടിൽ നിന്ന് പഠിക്കേണ്ടതാണ്. ആ വീട്ടിൽ നിന്ന് പഠിക്കാത്തതിൻ്റെ ഒരു ദുർഗുണമായിരിക്കാം രാഹുൽ ഗാന്ധി കാണിച്ചിട്ടുണ്ടാവുക. അതോ എന്തുമായിക്കോട്ടെ, തരൂരിനെ പോലുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു നേതാവിനെ വേണ്ട രീതിയിൽ ഗൗനിക്കാൻ ഇനി കോൺഗ്രസിന്, അദ്ദേഹത്തിനെ ഉൾക്കൊള്ളാനായിട്ട് കോൺഗ്രസിന് കഴിയുമോ എന്നുള്ള ആശങ്ക നിലനിൽക്കുന്നതിനിടയിലാണ് ഈ രണ്ട് തരത്തിലുള്ള വാർത്തകൾ ഞാൻ കേൾക്കുന്നത്. ഇതിൽ ഞാൻ അംഗീകരിക്കുന്ന, അല്ലെങ്കിൽ എനിക്ക് താല്പര്യമുള്ള ഒരു കാര്യമാണ് പ്രിയൻ പറഞ്ഞത്. അദ്ദേഹത്തിന് നേരിട്ട് BJP-യിലേക്ക് പോകാം. അദ്ദേഹത്തെ എന്താ പറയുക, എത്രത്തോളം ഹാർദവമായിട്ടുള്ള ഒരു ഊഷ്മളമായിട്ടുള്ള ഒരു സ്വീകരണമായിരിക്കും അദ്ദേഹത്തിന് BJP-യിൽ കിട്ടുന്നത്. അദ്ദേഹത്തെ ഏത് രീതിയിൽ, അദ്ദേഹത്തെ പോലൊരു ഉന്നതനായ ഒരു വ്യക്തിയെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണമെന്നുള്ളത് കൃത്യമായിട്ട് BJP-ക്ക് അറിയാം. അപ്പോൾ അദ്ദേഹം ഇത്രയും റിസ്ക് എടുത്തുകൊണ്ട് ഇത്തരത്തിൽ പോകുമെന്ന് ഞാൻ എന്തായാലും കരുതുന്നില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവിന് ഇതുവരെ നിങ്ങൾ തന്ന എല്ലാ സഹകരണത്തിനും നന്ദി. മുന്നോട്ടും ഇതേ സഹകരണം ഉണ്ടാകണമെന്നാണ് ഞങ്ങളുടെയും ആഗ്രഹം, ഞങ്ങളുടെ പ്രതീക്ഷയും അത് തന്നെയാണ്. അപ്പോൾ മറ്റൊന്നും ചെയ്യേണ്ടതില്ല, ഇന്ത്യ ലൈവ് ചാനൽ എടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക.